ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഉദ്ഘാടനത്തിനൊരുങ്ങി പട്ടാമ്പി ഓക്സിജൻ പാർക്ക്. ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ കാർഷിക സംസ്കൃതിയും പ്രകൃതി മനോഹാരിതയും വിളിച്ചോതിക്കൊണ്ടാണ് സെൻട്രൽ ഓർച്ചാർഡിൽ പാർക്ക് നിർമ്മിച്ചത്. ഇതിന്റെ ഒന്നാം ഘട്ട സമർപ്പണം 13-ന് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും. കാടിനെ അറിഞ്ഞും പ്രകൃതിയെ ആസ്വദിച്ചും നടക്കാം, കുടുംബവുമൊത്ത് ഉല്ലസിക്കാം. കാനന സൗന്ദര്യത്തിൽ ഓപ്പൺ തിയേറ്ററിൽ കലാപരിപാടികൾ ആസ്വദിക്കാം. അങ്ങനെ തിരക്കിട്ട ജീവിതത്തിലെ ഒഴിവുവേളകൾ ആനന്ദകരമാക്കാനും ഉല്ലസിക്കാനും വേണ്ടിയാണ് പട്ടാമ്പിയിൽ പാർക്ക് സജ്ജമാക്കിയത്. കാനന ഭംഗി നിറഞ്ഞ പ്രകൃതിയോട് ഇണങ്ങിയുള്ള അന്തരീക്ഷമായതിനാൽ ഓക്സിജൻ പാർക്ക് എന്ന ആശയത്തിലാണ് പാർക്കിന്റെ നിർമ്മാണം. കാർഷിക മേഖലയുടെ പ്രോത്സാഹനത്തിന് പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ഓർച്ചാർഡിൽ നടപ്പാക്കുന്ന 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് ഫാം ടൂറിസം എന്ന ആശയം ലക്ഷ്യം വെച്ച് പദ്ധതി ആവിഷ്കരിച്ചത്. പ്രിയപ്പെട്ടവരെ, പട്ടാമ്പിയിലെ വളരെ മികച്ച ഒരു പദ്ധതി കൂടി നാടിന് സമർപ്പിക്കാൻ പോവുകയാണ്. ജനങ്ങൾ ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിൽ ഒരു മികച്ച പാർക്ക്, ഫാം ടൂറിസം സാധ്യത ഉൾക്കൊണ്ടുകൊണ്ട് പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും മികച്ച ഓക്സിജൻ പാർക്ക് എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇടം യാഥാർത്ഥ്യമാവുകയാണ്. നമുക്കറിയാം, നമ്മൾ വിദ്യാഭ്യാസം, ആരോഗ്യം, പാശ്ചാത്തല സൗകര്യം, കുടിവെള്ളം ഇതിനെല്ലാം ഫണ്ട് ലഭ്യമാക്കിയതിനു ശേഷം അടുത്ത ഘട്ടം എന്നുള്ള നിലക്ക് പൊതുജനങ്ങൾക്ക് വന്നിരിക്കാനും അവർക്ക് മാനസികമായി ഉല്ലാസം ഉണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ കൃഷിയെക്കുറിച്ചൊക്കെ പഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടങ്ങൾ കൂടി ഉണ്ടാവുകയാണ്. ഒന്ന് EMS പാർക്ക് നമ്മൾ നിളയുടെ തീരത്ത് യാഥാർത്ഥ്യമാക്കി. ഇപ്പോൾ സെൻട്രൽ ഓർച്ചാർഡിൽ 5 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അഡീഷണൽ ഫണ്ട് MLA ഫണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യും. മാത്രമല്ല, ഇതിൻ്റെ അടുത്ത സ്റ്റേജിൽ കേര പദ്ധതിയുടെ ഭാഗമായി 10 കോടിയിലധികം വരുന്ന തുകയുടെ വലിയൊരു വികസന പദ്ധതി കൂടി നമ്മൾ ഇവിടെ വരാൻ പോകുന്നുണ്ട്. എന്തായിരുന്നാലും പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിലെ ഫാം ടൂറിസം പദ്ധതി ഏറ്റവും മികച്ച ഓക്സിജൻ പാർക്ക് എന്നുള്ള നിലക്ക് തന്നെ ഈ പാർക്ക് ജനങ്ങൾക്ക് ആദ്യഘട്ടം എന്നുള്ള നിലക്ക് തുറന്നു കൊടുക്കുകയാണ്. കേരളത്തിൻ്റെ പ്രിയങ്കരനായ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഈ വരുന്ന 13-ാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത്, രാവിലെ 10 മണിക്ക്. അതോടൊപ്പം തന്നെ പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കർഷകരുടെ ഒരു കിസാൻ മേള കൂടി ഇവിടെ നടക്കുന്നുണ്ട്. കർഷകരുടെ സെമിനാർ ഉണ്ടാവും, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടാവും, അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റു വിവിധ സ്റ്റാളുകൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ ഈ 2 പരിപാടിയിലും നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സെൻട്രൽ ഓർച്ചാർഡിൻ്റെ സമഗ്ര വികസനം സാധ്യമാക്കി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ നിങ്ങളെല്ലാവരും വരണമെന്ന് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഔദ്യോഗികമായിട്ട്. 13-ാം തീയതി രാവിലെ 10 മണിക്ക്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പ്രചാരം നൽകാനും വിപണനം നടത്താനുമായി മനോഹരമായ കേന്ദ്രങ്ങളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. മരങ്ങളും വിദേശ ഇനങ്ങൾ ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിക്കൽ, ആംഫി തിയേറ്റർ, ഏറുമാടങ്ങൾ, വാക്വേ, കുട്ടികളുടെ പാർക്ക്, കഫേ തുടങ്ങി വൈവിധ്യമാർന്ന സജ്ജീകരണങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.